ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. കക്കാൻ എന്നെ സഹായിച്ചാൽ തരാമങ്ങേക്കൊരോഹരി എന്നുരച്ചവനാ രണ്ടു നാമങ്ങളരുളീ ഗതി. രമമാറിലിടും പച്ചക്കരയായ ചിദംബരം, കരയാത്ത പരാനന്ദം, കരയില്ലാത്ത കൗതുകം. മുടിയിൽ ഭാഗ്യലിഖിതം, മടിയിൽ ജഗദീശ്വരൻ, അടിയിൽ ബ്രഹ്മരുദ്രന്മാരിടയെത്തിക്കു കൂപ്പുവിൻ. കൈത്തണ്ടയിലെടുത്തിട്ടു കണ്ണനെ സ്നേഹപൂർവകം ചാഞ്ചാടിച്ചും ചിരിപ്പിച്ചും രസിക്കുന്നു യശോദയാൾ. ആൺമയിൽ പീലിയും കോർത്തു കോൾമയിർ കൊണ്ട കൈകളാൽ നന്മയിൽ കൂന്തൽ കെട്ടിച്ചു ചിന്മയ കുഞ്ഞിനങ്കന. അമ്പിളിത്തെല്ലിനെ ചൂണ്ടിക്കാണിച്ചും പാട്ടുപാടിയും അംഗത്തിലമ്മ തങ്കത്തെ താലോലിച്ചങ്ങുറക്കിനാൾ. യശോദയുടെ ഉത്സംഗമൊരു വത്സനിരിക്കയാൽ നിറഞ്ഞു വഴിയാറായിട്ടൊരു പാൽക്കടൽ പോലെയായി. പല്ലും ചൊല്ലും വരാത്തോരു വല്ലവത്തെല്ലിനെ സദാ പല്ലവ കയ്യിലേന്തിക്കൊണ്ടുല്ലസിക്കുന്നു ഗോപികൾ. പച്ചവർണ്ണത്തിലെന്തോ ഉച്ചവെയിലത്തു ഗോപികൾ കണ്ടു മോഹിച്ചു പോകുന്നു കാളിന്തിയുടെ അക്കരെ. കളിമാറി വലഞ്ഞങ്ങു വരുന്ന കടൽ വർണ്ണനെ വരുന്ന വരവിൽ തന്നെ പുണർന്നു പല ഗോപികൾ. കൈത്തലത്തിൽ കളിക്കുന്ന തത്തയെ ഗോപകന്യമാർ സസ്നേഹമഭ്യസിപ്പിച്ചു കൃഷ്ണനാമാനുകീർത്തനം. മല്ലാരിതൻ കാലിലാണു മുള്ളുകൊത്തിയതെങ്കിലും മുറിപ്പെട്ടതു ഗോപസ്ത്രീ മനമത്രേ മഹാത്ഭുതം. അമ്പാടിത്തെരുവിൽ പുക്കുതേവിടിശികൾ തൻകുടി ചേവടിപ്പൊടികൾക്കായി തേടിച്ചെല്ലുന്നു യോഗികൾ. കാട്ടിൽ നിന്നൊരു നന്നായ പാട്ടു കേൾക്കുന്നു രാത്രിയിൽ. വീട്ടിൽ നിന്നുടനൊക്കെയും വിട്ടോടിയിടുന്നു ഗോപികൾ. നന്ദഗേഹം വിടും രാധ നോക്കുന്നു പിന്നിലേക്കതാ. ഉള്ളങ്കാലിൽ തറച്ചോരു മുള്ളെടുക്കാനിടക്കിടെ കാന്തന്റെ വരവും കാത്തു കാന്താരപുളിനങ്ങളിൽ വെണ്ണിലാവത്തുലാത്തുന്നു
ലാവണ്യവതി രാധിക. നിന്നെ ഗാന്ധർവമായി വേൾക്കാൻ സൗഭാഗ്യവതി രാധികേ. കാളിന്ദി കുലകുഞ്ചത്തിൽ നാളെ സന്ധ്യയ്ക്കു ഞാൻ വരും. ഇന്നു തന്നെ ക്ഷണക്കത്തു വണ്ടിനും തൂനിലാവിനും ആമ്പൽ പത്രത്തിലെഴുതി തെന്നൽ പക്കലയക്കണം. മൂന്നും കൂട്ടിയൊലിപ്പിച്ചു മിന്നും കണ്ണന്റെ ചെഞ്ചൊടി ചുംബിച്ചൊപ്പിയെടുക്കുന്നു രാഗസമ്പത്തു രാധിക. കാന്തനോതും സ്വകാര്യം കേട്ടെന്തോ രാധ ചിരിക്കവേ ചന്ദ്രാവലിക്കൽപ്പരസം കൊണ്ടു നെഞ്ചൊന്നു നൊന്തുപോയി. അതു ചന്ദ്രികയേയല്ല രാധ തന്മൈ വിലാസമാം. അതു കാർനിരയേയല്ല കണ്ണൻ തൻ നീലകാന്തിയാം. വെണ്ണിലാവിൽ കുതിർന്നോരു വൃന്ദാരണ്യ സ്ഥലങ്ങളിൽ കണ്ണനില്ലാതെയൊറ്റയ്ക്ക പെണ്ണു പോക്കുന്നു രാത്രികൾ. വേണുഗായകനില്ലാതെ കേണു ഞാൻ കുത്തിരിക്കവേ പ്രാണവേദന താനത്രേ തോഴി നിൻ വീണവായന. ഞങ്ങൾ തൻ സ്നേഹസംബന്ധ വീണക്കമ്പി മുറിഞ്ഞു പോയി. ജീവിതത്തിലെ ആനന്ദ സംഗീതജ്ഞരി നിന്നുപോയി. കണ്ണനാമുണ്ണിയും പോയിപ്പോയി ഇനി എന്തിനു ജീവിതം. കണ്ണുനീരിൽ കുളിച്ചോളൂ ഭാഗ്യമില്ലാത്ത രാധികേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 947 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദ്വാദശസ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. ഈ അക്ഷര ശബരിയിൽ ഒത്തുചേരുന്ന അല്ലെങ്കിൽ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി എന്ന ഈ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളുടെ എണ്ണം 30K ആയി അല്ലെങ്കിൽ 30,000 എന്ന സന്തോഷത്തോടു കൂടിയാണ്. അതിൽ കുറച്ചു പേർക്കെങ്കിലും ഈ ഭാഗവതാമൃതം ആസ്വദിക്കാൻ സാധിക്കുന്നു, അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ സപര്യ അക്ഷരപൂജ ആരംഭിക്കുന്നത്. ദ്വാദശസ്കന്ധത്തിൽ ആശ്രയം എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്നു. അതിൽ 8-ാമത്തെ അധ്യായം മുതൽ തുടർന്ന് 9, 10 എന്നീ അധ്യായങ്ങളിൽ കൂടി മാർക്കണ്ഡേയൻ്റെ കഥയാണ് പറയുന്നത്. മാർക്കണ്ഡേയൻ ഭഗവാനെ വേണ്ടതുപോലെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. പുഷ്പഭദ്രാ നദിയുടെ തീരത്ത് ഹിമാലയത്തിൻ്റെ വടക്കുഭാഗത്തായി ചിത്രശിലയിൽ ഇരുന്നു കൊണ്ടാണ് അതിഗംഭീരമായിട്ടുള്ള തപസ് അദ്ദേഹം നടത്തുന്നത്. ഏവം തപസ്വാധ്യായപരോ വർഷാണാമയുതായുധം ആരാധയൻ ഹൃഷീകേശം. ആ ഹൃഷീകേശനായിരിക്കുന്ന ഭഗവാനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ പ്രവൃത്തി അതിൽ ശങ്കാലുവായ തൻ്റെ ദേവേന്ദ്ര പദവി അപഹരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് സംശയിക്കുന്ന നാഗലോകാധിപനായിരിക്കുന്ന പുരന്ദരൻ, 7-ാമത്തെ മന്വന്തരത്തിലെ ദേവേന്ദ്രൻ, ഇവിടെ അസൂയാലുവായി ആ പുണ്യ ആശ്രമ തടത്തിലേക്ക് അപ്സരസ്സുകളെയും ഗന്ധർവന്മാരെയും മന്മഥനെയും വസന്ത ഋതുവിനെയും അതേപോലെ തന്നെ ആ മലയാനിലനെയും ഒക്കെ പറഞ്ഞയക്കുകയാണ്. ആ ആശ്രമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. തത് ആശ്രമപദം പുണ്യം. പുണ്യം നിറഞ്ഞതാണ് ആശ്രമം. പുണ്യദ്രുമലതാഞ്ജിതം.
പുണ്യം നിറഞ്ഞ വൃക്ഷങ്ങളും ലതകളും, പുണ്യദ്വിജകുലാകീർണം, പുണ്യമുള്ള പക്ഷിസംഘങ്ങൾ, പുണ്യാമല ജലാശയം, പുണ്യം നിറഞ്ഞ നിർമ്മലമായിരിക്കുന്ന തടാകങ്ങൾ ഒക്കെ നിറഞ്ഞിട്ടുള്ള ആശ്രമം. മത്തഭ്രസംഗീതം മത്തകോകിലകൂജിതം മത്തബരിഹി നടാടോപം മത്തദ്വിജകുലാകുലം. പൂന്തേൻ നുകർന്ന് മതിച്ചിരിക്കുന്ന, ഏത് പൂന്തേനാണ് ഇവരൊക്കെ നുകർന്നിരിക്കുന്നത്? അത് അവർ മത്തരാണ്. ആരൊക്കെ? വണ്ട്, കുയില്, അതേപോലെ തന്നെ മയില്, ഇങ്ങനെയുള്ളതൊക്കെ മത്തരായി നിൽക്കുന്നു. എന്തിൽ മത്തരായി? ഈ മാർക്കണ്ഡേയ മുനിയുടെ നാമജപത്തിൽ, തപസ്സിൽ മത്തരായി എന്ന് വേണം പറയാൻ. മത്തഭ്രമര സംഗീതം, മതിച്ച ഭ്രമരം, വണ്ട്, അതിൻ്റെ ആ വണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന മനോഹരമായ നാദം. അതേപോലെ മത്തകോകില കൂജിതം, മതിച്ച കുയിലുകളുടെ പഞ്ചമസ്വരത്തോടുകൂടിയ ആ സംഗീതം. കൂജിതം, അവരുടെ ആ കുയിലിൻ്റെ സംഗീതം, ശബ്ദം. മത്തബരിഹി നടാടോപം, മതിച്ച മയിലുകളാകുന്ന നടന്മാരുടെ കളികൾ, നടാടോപം. മത്തദ്വിജ കുലാകുലം, മതിച്ച പക്ഷികുലത്തിൻ്റെ സഞ്ചാരത്തോടു കൂടിയതുമാണ് ഈ മനോഹരമായ ആശ്രമപദം. വായുപ്രവിഷ്ട ആദായ ഹിമനിർജ്ജരശീകരാൻ സുമനോഭിപരിഷ്വക്തോ വവാവുത്തുംഭയൻ സ്മരം. ഹിമനിർജ്ജരശീകരാൻ, മഞ്ഞുരുകി ഒഴുകുന്ന ഗിരിനദീകണങ്ങളെ ആദാനം ചെയ്തിട്ടും, സുമനോഭി, സുമനസ്സുകളാൽ പരിഷ്വക്ത, ആലിംഗനം ചെയ്യപ്പെട്ടതായും, പ്രവിഷ്ട വായു, പ്രവേശിച്ച വായു, സ്മരം ഉത്തംഭയൻ വവൗ, മന്മഥനെ ഉദ്ദീപിപ്പിച്ചും കൊണ്ട് വീശി. പർവ്വത സമീപത്തൂടി ഒഴുകുമ്പോൾ നദികളിലെ തണുത്ത ജലം, ആ ജലകണങ്ങളെയും, പുഷ്പങ്ങളിലുള്ള സൗരഭ്യം, അപ്പം തണുപ്പുമുണ്ട് സുഗന്ധവുമുണ്ട്. അങ്ങനെ ആശ്രമപദങ്ങളിലേക്ക് എത്തിയ ആ ശൈത്യമാന്ദ്യ സൗരഭ്യയുക്തമായ വായു, മന്ദം, അതേപോലെ തന്നെ സൗരഭ്യം, അതേപോലെ ശീതളിമ, അങ്ങനെയുള്ള കാറ്റ് മന്മഥ വികാരത്തെ വർദ്ധിപ്പിക്കും. ഏതൊരു സ്ഥലത്തും ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളിൽ നമ്മളുടെ വികാരത്തിന് മാറ്റമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ ഭക്തിയാണ് ഉണ്ടാവുക. ഇവിടെ കാമനെ ഉദ്ദീപിപ്പിക്കുന്ന, കാമനെ ജനിപ്പിക്കുന്ന, കാമനെ ഉണർത്തുന്ന ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ഉദ്യചന്ദ്രനിശാവക്ത്ര പ്രവാളസ്തവകാളിഭി ഗോപാദ്രുമലതാജാലൈസ്തത്രാസീൽ കുസുമാകരഃ. ഉദ്യചന്ദ്രനിശാവക്ത്ര, ഉദിച്ച് ഉയരുന്ന ചന്ദ്രനാകുന്ന നിശാവക്ത്ര, രജനീമുഖത്തോടുകൂടി, പ്രവാളസ്തവകാളിഭി, പ്രവാളങ്ങളുടെ ഗുച്ഛസമൂഹങ്ങളോടുകൂടി, ഗോപദ്രുമലതാജാലൈ, ഗോപനം ചെയ്യുന്ന വൃക്ഷങ്ങളുടെയും വല്ലികളുടെയും അല്ലെങ്കിൽ ലതകളുടെയും സംഘങ്ങളോടുകൂടിയ, കുസുമാകരഃ, വസന്തകാലം, തത്ര ആസീൽ, അവിടെ ഉണ്ടായി. മന്മഥനോടും വസന്ത ഋതുവിനോടും ഗന്ധർവന്മാരോടും ഒക്കെ, അപ്സര സ്ത്രീകളോടൊക്കെ ദേവേന്ദ്രൻ പറഞ്ഞു അവിടേക്ക് പോകണമെന്ന്. അപ്പം അവർ വന്നതോടുകൂടി അവിടെ ആശ്രമത്തിന് വസന്തകാലം അനുഭവപ്പെട്ടു. രാത്രിയുടെ ആരംഭം ചന്ദ്രോദയത്തോടു കൂടിയാണ് അല്ലേ? അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കണു. ശാഖകളും വല്ലികളും, ആ മറയ്ക്കപ്പെട്ടിരിക്കുന്ന വലിയ വൃക്ഷങ്ങൾ, തളിരുകൾ, വള്ളിക്കുടിലുകൾ, അതൊക്കെ വളരെ ഭംഗിയായി തഴച്ച് വളർന്നു നിൽക്കുന്നതായിട്ട് കാണപ്പെട്ടു. അന്വീയമാനോ ഗന്ധർവൈർഗീതവാദിത്രയൂഥകൈ അദൃശ്യതാത്തചാപേഷു സ്വസ്ത്രീ യൂഥപതി സ്മരഃ. ആരാത്? കാമദേവൻ. ഗീതവാദിത്രയൂഥകൈ, പാട്ടുകാര്, വാദ്യക്കാര്, ഇവരുടെ യൂഥം, സംഘങ്ങളോടുകൂടിയ ഗന്ധർവൈ, ഗന്ധർവന്മാരാൽ,
അന്വീയമാന അനുഗമിക്കപ്പെട്ടും അതേപോലെ തന്നെ ആത്തചാപേഷു ധരിക്കപ്പെട്ട അമ്പ്, വില്ല് എന്നിവയോടുകൂടിയും സ്വസ്ത്രീയൂഥപതി തൻ്റെ സ്ത്രീകളുടെ അപ്സര സ്ത്രീകളുടെ ആ സംഘത്തിൻ്റെ ആധിപത്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന സ്മരഹ മന്മഥൻ കാമദേവൻ അദൃശ്യത കാണപ്പെട്ടു. അങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ് വരുന്നത്. വസന്ത ഋതു, പിന്നെ വസന്ത ഋതു വന്നു കഴിഞ്ഞപ്പോൾ ഗന്ധർവന്മാര്, അപ്സര സ്ത്രീകള്, അതിൻ്റെ നടുവിലായിട്ട് കാമദേവൻ. ഇപ്പോൾ പാട്ടുകാരുണ്ട്, വാദ്യക്കാരുണ്ട്. അതേപോലെ തന്നെ ആ പാട്ടുപാടാനുള്ള ആ ഗന്ധർവന്മാരെ പ്രത്യേകമായിട്ട് പാട്ട് പാടുന്നവര്, പുഷ്പബാണം പുഷ്പചാപം അതാണ് മന്മഥൻ്റെ വില്ലും ശരങ്ങളും. പിന്നെ അപ്സര സ്ത്രീകളാകുന്ന സൈന്യത്തിൻ്റെ നാഥനായിക്കൊണ്ട് ആ ആശ്രമത്തിലേക്ക് മന്മഥൻ എത്തിച്ചേരുന്നു. ഈ സന്ദർഭത്തിൽ മാർക്കണ്ഡേയ മുനിയോ ഹുത്വാഗ്നിം സമുപാസീനം ദദൃശു ശക്രകിങ്കരാഹ മീലിതാക്ഷം ദുരാധർഷം മൂർത്തിമന്ദമിവാനലം. അഗ്നിം ഹുത്വ അഗ്നിയിലേക്ക് ഹോമിച്ചിട്ട് അഗ്നിഹോത്രം കഴിഞ്ഞ് സമുപാസീനം സ്വസ്ഥമായിട്ടിരിക്കുന്ന മീലിതാക്ഷം അടയ്ക്കപ്പെട്ട മീലിതമായ കണ്ണുകളോട് കൂടിയവൻ, മൂർത്തിമന്ദം അനലം ഇവ മൂർത്തിമാനായിരിക്കുന്ന അഗ്നിയെപ്പോലെ, ദുരാധർഷം അതിക്രമിക്കാൻ സാധിക്കാത്തവനായ മുനിം ശക്രകിങ്കരാഹ ദദൃശു ഈ മുനിയെ, മൃഗണ്ഡുപുത്രനായിരിക്കുന്ന മാർക്കണ്ഡേയൻ എന്ന മുനിയെ ഇവിടെ ശക്രകിങ്കരാഹ ദേവേന്ദ്രൻ്റെ ആൾക്കാർ, ശക്രന്റെ കിങ്കരന്മാര് ദദൃശു ദർശിച്ചു, കണ്ടു. അപ്പൊ കാലത്ത് അഗ്നിഹോത്രം ചെയ്ത് നേത്രങ്ങൾ ഇങ്ങനെ അടച്ച് മൂർത്തി ധരിച്ചിരിക്കുന്ന അഗ്നി എന്നതുപോലെ മൂർത്തിമന്ദം അനലം ഇവ ആർക്കും അടുക്കാൻ സാധിക്കാത്ത അത്രയധികം തേജസ്സോടു കൂടിയിരിക്കുന്ന മാർക്കണ്ഡേയ മുനി സ്വസ്ഥനായി അചഞ്ചലനായി മനസ്സിനെയും വപുസ്സിനെയും അടക്കി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മഹർഷി ശ്രേഷ്ഠനെ, ആ വരമുനിയെ ശക്രകിങ്കരാഹ ദേവേന്ദ്രൻ്റെ കിങ്കരന്മാര്, ദേവേന്ദ്രൻ പറഞ്ഞയച്ചതനുസരിച്ചാണ് ഈ മന്മഥൻ, വസന്തൻ തുടങ്ങിയവരൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അവര് നേരെ അങ്ങനെ കണ്ടു എന്ന് പറയുന്നിടത്ത് നമുക്ക് ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. ഇന്ന് പൊന്നുഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിൻ്റെ ആ സമാപനം അല്ലെങ്കിൽ സമർപ്പണമായിട്ടുള്ള ആറാട്ട് നടക്കുന്ന പുണ്യദിവസം കൂടിയാണ്. നമുക്കും ഭഗവാനോടൊപ്പം ആ രുദ്രതീർത്ഥത്തിൽ മുങ്ങിക്കുളിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയത്തിലേക്ക് നമുക്കും ചേർന്നിരിക്കാം. എവിടെയിരുന്നാലും ആ കണ്ണനോടൊപ്പം എന്ന ചിന്തയോടുകൂടി ഗുരുവായൂരപ്പൻ്റെ ആറാട്ട് എന്ന ഒരു കീർത്തനത്തോടുകൂടി നമുക്കിന്ന് ദീപാരാധന ചെയ്ത് സമർപ്പിക്കാം. 24-ാമത്തെ ശ്ലോകം മുതൽ നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പനു ഇന്നല്ലോ ആനന്ദ തിരുവുത്സവത്തിൻ്റെ ആറാട്ട്. ഗുരുവായൂരപ്പനു ഇന്നല്ലോ ആനന്ദ തിരുവുത്സവത്തിൻ്റെ ആറാട്ട്. ശ്രീരുദ്രതീർത്ഥത്തിൽ ഭക്തജനങ്ങൾക്കു ശ്രീകൃഷ്ണനോടൊത്തു നീരാട്ട്. ഗുരുവായൂരപ്പൻ്റെ ആറാട്ട്.
പൂർവാംബരത്തിലായി ചന്ദ്രനുദിക്കുമ്പോൾ പൂർണേന്ദുരൂപനെഴുന്നള്ളത്ത്. പൂർവാംബരത്തിലായി ചന്ദ്രനുദിക്കുമ്പോൾ പൂർണേന്ദുരൂപനെഴുന്നള്ളത്ത്. പൂർവഭാഗത്തുള്ള ഗോപുരം താണ്ടിട്ടു പൂജ്യനാം കണ്ണൻ പുറത്തോട്ട്. ഗുരുവായൂരപ്പനു ആറാട്ട്. രുദ്രതീർത്ഥത്തിനു ചുറ്റും വലം വച്ച് രുദ്രപ്രിയനെത്തും നേരത്ത്. രുദ്രതീർത്ഥത്തിനു ചുറ്റും വലം വച്ച് രുദ്രപ്രിയനെത്തും നേരത്ത്. ഭക്തനാം കിട്ടവൻ നല്ലീള നീരിനാൽ ഭക്തപ്രിയനിന്നു നീരാട്ട്. ഗുരുവായൂരപ്പനു ആറാട്ട്. മഞ്ഞാട ചാർത്തിയ മാധവനുണ്ണിക്കു മഞ്ഞളാൽ പിന്നെ അഭിഷേകം. മഞ്ഞാട ചാർത്തിയ മാധവനുണ്ണിക്കു മഞ്ഞളാൽ പിന്നെ അഭിഷേകം. മാറത്തു ചേർത്തു പിടിച്ച തിടമ്പുമായി മാനവഭാഗ്യമായി ആറാട്ട്. ഗുരുവായൂരപ്പനു ആറാട്ട്. ഓർമ്മകൾ തൻ്റെ മതിൽക്കകം തന്നിലായി ഓട്ടപ്രദക്ഷിണ സായൂജ്യം. ഓർമ്മകൾ തൻ്റെ മതിൽക്കകം തന്നിലായി ഓട്ടപ്രദക്ഷിണ സായൂജ്യം. കാർമുകിൽ വർണ്ണനു ശ്രീകോവിലേറുമ്പോൾ കൊടിമെല്ലെ മെല്ലവെ താഴുന്നു. ഭക്തനു ആനന്ദ കൊടിയേറ്റ്. തിരുവുത്സവത്തിൻ്റെ ആറാട്ട്. ശ്രീകൃഷ്ണദേവന്റെ നീരാട്ട്. ഭക്തപ്രിയനിന്നു നീരാട്ട്. മാനവഭാഗ്യമായി ആറാട്ട്. ഗുരുവായൂരപ്പന്റെ ആറാട്ട്. തിരുവുത്സവത്തിൻ്റെ ആറാട്ട്. ആരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം. ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും
വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമല മഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ.
മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.